പ്രിയ സഹോദരങ്ങളെ, അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും നമ്മുടെ കർത്താവിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു. ജൂലൈ 1 മുതൽ 13 വരെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം മറ്റു വലിയൊരു സംഭവത്തിനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് ജൂലൈ 13 നമ്മുടെ ആലയത്തിൻ്റെ അമ്മയായ പരിശുദ്ധ റോസാ മിസ്റ്റിക്ക ദൈവമാതാവിൻ്റെ തിരുനാൾ ദിനമാണ്. ജൂലൈ 1 മുതൽ 13 വരെ ഇവിടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തപ്പെടും. ജൂലൈ 9 രാവിലെ 6 മണി മുതൽ ജൂലൈ 13 11 മണി വരെ 101 മണിക്കൂർ നേരത്തെ ഒരു ഉപവാസ പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ കർത്താവിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് കർത്താവിനെ ആരാധിക്കുന്ന, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മണിക്കൂറുകളായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമായിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ആ തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ആ 101 മണിക്കൂർ ഇവിടെ ഉപവാസത്തിൽ, പൂർണ്ണമായ ഉപവാസത്തിലോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഉപവാസത്തിലോ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ ഓഫീസിൽ അതിൻ്റെ നിങ്ങളുടെ പേരുകൾ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് 101 മണിക്കൂർ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ചെലവഴിക്കണം. പരിശുദ്ധ അമ്മയോടൊപ്പം ചെലവഴിച്ച് സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി നമുക്ക് കൈകൾ വിരിക്കണം. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ ദിവസങ്ങളിൽ സാധിക്കുന്ന പോലെ നിങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജൂലൈ 13 രാവിലെ 11 മണിക്ക് നമ്മുടെ ജപമാല പ്രാർത്ഥനയുടെ സമാപനവും തുടർന്ന് പരിശുദ്ധ കുർബാനയർപ്പണവും നടത്തിക്കൊണ്ടായിരിക്കും നമ്മൾ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ ആചരിച്ച് അമ്മയെ വണങ്ങുകയും അമ്മയുടെ മധ്യസ്ഥം തേടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാവരും ഞാൻ സ്നേഹപൂർവ്വം ഈ കൃപയുടെ ഈ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങളെ മറക്കരുത്. നിങ്ങളുടെ വലിയ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി ശക്തി തരും. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണ്ടി, ഈ ആലയത്തിൽ നാളിതുവരെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.